നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രവൃത്തിപരിചയ മേളയിലെ മറ്റൊരു ഇനമായ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലെ ഒരു ഇൻട്രഡക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ പ്രകൃതിദത്ത നാരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വാഴനാരാണ്. ഇതിൽ ചകിരിനാര് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏത് നാരുകളാണെങ്കിലും കളർ ചെയ്തതോ അല്ലാത്തതോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിന്ന് വാഴനാര് കൊണ്ടുള്ള എങ്ങനെയാണ് നമ്മൾ ആ നാരിനെ നമുക്ക് ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആ നാരിനെ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാഴനാരാണുള്ളത്. കളർ ചെയ്ത വാഴനാരുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കളറുകളിലായിട്ടാണ് ഞാൻ ഇന്ന് വാഴനാര് വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് മത്സരസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഴനാരിനെ നന്നായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകി, ഇതേപോലത്തെ ഒരു ചീപ്പ് ഉപയോഗിച്ച് ചീകിയിട്ട് നമ്മൾ മുടിയൊക്കെ ചീഴുന്ന പോലെ എന്ത് ചെയ്യാം, ഇതിൻ്റെ നാരുകളെ കെട്ടുകളെല്ലാം ഒഴിവാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മത്സരസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് ഇത് വൃത്തിയാക്കലും പിന്നെ അത് മെടഞ്ഞെടുക്കലും അതൊന്നും നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വാഴനാരിന് ചിലതൊക്കെ നന്നായിട്ട് നീളത്തിൽ കിട്ടും, അതിനെയൊക്കെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ എടുത്ത് ഇങ്ങനെ നീളത്തിൽ നമുക്ക് ആവശ്യമായ രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിനെ നന്നായിട്ട് ചീവി വൃത്തിയാക്കി ഒരു റബ്ബർ ബാൻഡൊക്കെ അറ്റത്തിട്ടിട്ടോ അങ്ങനെ നമുക്കിത് കെട്ടുകൂടാത്ത രീതിയിൽ വൃത്തിക്ക് റോള് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെയോ അല്ലെങ്കിൽ നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് പൊതിഞ്ഞൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വാഴനാരിനെ ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ ചില ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഇതിനകത്ത് വലിപ്പം കുറവുള്ളതും കെട്ട് പിടഞ്ഞതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എങ്ങനെ മാറ്റുന്നതെന്ന് ചീപ്പ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ചീപ്പ് എടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്തു, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള അപ്പോൾ ഇതിന് വരുന്ന ഇതൊക്കെ വേസ്റ്റാണെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നീളത്തിൽ ഒന്നുകൂടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നീളം ലെങ്ത്ത് ഇങ്ങനെ മുടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലത്തെ ചെറിയ പീസുകൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊന്നും കളയേണ്ടതില്ല. നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടൊക്കെയാണ് ഇത് വാങ്ങുന്നത്. അപ്പം ഇതൊന്നും വേസ്റ്റ് ആണെന്ന് കരുതിയിട്ട് കളയരുത്. പിന്നെ നമുക്ക് ഇതിലെ നീളമുള്ള നാരുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതാണോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് തുന്നുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നാര് തന്നെ ഉപയോഗിച്ച് നമുക്ക് തുന്നാൻ സാധിക്കും. അപ്പം നമുക്ക് മറ്റ് നൂലുകളുടെ കളർ കണ്ട് ഒരു ബോറാവുക ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അത് ഉപയോഗിക്കേണ്ട. നമ്മൾ ഏത് കളറ് നാരാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ മാച്ച് ആവുന്ന സാധാ മിഷൻ നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നുന്ന സമയത്ത് നമുക്ക് കത്രിക നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമുക്കിത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ജനലിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ ജനലിൻ്റെ കമ്പിയിലേക്ക് നമുക്ക് ഇങ്ങനെ കെട്ടി മുടഞ്ഞെടുക്കാൻ സാധിക്കും. എൻ്റെ ടേബിളിൽ ഒരു ആണി ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയൊരു ആണി നമുക്ക് ഇളക്കിയെടുക്കാൻ പാകത്തിന് വെറുതെ ഒന്ന് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ മുടഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് മുടയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേപോലെ ഒരു ആണി ഇങ്ങനെ വെച്ചിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ആവശ്യമായ ഓവർ വീതിയിൽ നമ്മൾ എടുക്കരുത്. ഞാനിപ്പോൾ ഇത് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് നാരുകൾ എടുത്തിട്ട് സെൻറ്ററിലേക്ക് ഇത് കൊടുക്കുക. ഇത് പ്രയാസമൊന്നുമില്ല. നമ്മളിങ്ങനെ മുടി മുറിഞ്ഞെടുക്കുന്നത് പോലെ നമുക്കിങ്ങനെ മുറിഞ്ഞെടുക്കാം. എല്ലാം ഏകദേശം ഒരേ വീതിക്ക് വരുന്നതാണ് ഏറ്റവും നല്ലൊരു വൃത്തി വരിക. പിന്നെ നമ്മൾ മുടയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നാരുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പം നമ്മൾ മുടഞ്ഞ് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള മാർഗം അപ്പം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു ലാസ്റ്റ് ഒരു ടൈം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മുടയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇതിലിങ്ങനെ നന്നായിട്ട് എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തും കട്ട് ചെയ്ത് ഒഴിവാക്കുക.
പിന്നെ എല്ലാ ഭാഗവും ലെങ്ത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ എൻഡ് ചെയ്യാനായില്ലേ. അപ്പോൾ ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴെ, ഈ ഭാഗത്തേക്കുള്ളതിന് ഇതിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മുടയുമ്പോഴത്തേക്ക് എന്തായി, അത് അതിനുള്ളിൽ കറക്റ്റ് ഫിറ്റായി. ഇങ്ങനെ വെച്ചിട്ട് 2 സ്റ്റെപ്പ് നമ്മളൊന്ന് മുടഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഭാഗത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് ഈ ഭാഗം കട്ട് ചെയ്ത്, ഇത്രയൊന്നും ലെങ്ത്തിൽ വെക്കണമെന്നില്ല കേട്ടോ, കട്ട് ചെയ്ത് കറക്റ്റ് ഇതിനെ ടച്ച് ചെയ്ത് കട്ട് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അത് നിവർത്തി കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് കയറിക്കോളും. കണ്ടോ? ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തത് അറിയില്ല, അത് വെച്ചതും അറിയില്ല. അപ്പം ഞാനിത് ഇപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള എക്സ്റ്റെൻഡ് റെഡിയായി. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത്താണ് കൂട്ടേണ്ടത്. അപ്പം ഞാനിത് ചീകി വെച്ച് അടുത്ത ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയർ എടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൊടുക്കണം. ഇപ്പം ഇതും എൻ്റെ എന്തായി ലെങ്ത്ത്. അപ്പോൾ വീതി ഓവറാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് കുറച്ചൊരു വീതി കുറവുണ്ട്. അപ്പോൾ ഇത് വീതി കൂട്ടുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഭാഗം, നമ്മളിപ്പോൾ ഇങ്ങനെ ചീകി എടുത്ത വേസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ വെച്ചിട്ട്, വീതി കുറയുമ്പോൾ നമ്മളങ്ങനെ കൂട്ടി കൊടുത്തില്ലെങ്കിൽ എന്താവും, അതൊരു ഭയങ്കരമായിട്ട് വ്യത്യാസം വരും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും അത്. ഞാനിപ്പോൾ മുടഞ്ഞ് ഏകദേശം ഒരു നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അറ്റത്ത് നമ്മൾ മുടഞ്ഞ് ഈ ഭാഗം വരുമ്പോൾ ലാസ്റ്റ് എത്തിയത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് എങ്ങനെ വിട്ട് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ തുന്നി വെച്ചാലും മതി. ഞാൻ എളുപ്പത്തിനൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിതിൻ്റെ 2 അറ്റവും തമ്മിൽ ഞാൻ റൗണ്ട് ഷേപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഈ അറ്റവും ഈ സൈഡിലൂടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു കെട്ടിട്ട് ഉറപ്പിക്കുകയാണ് റൗണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഇങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ അതേ കളർ സെയിം കളർ നൂലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് തുന്നാനും ശ്രമിക്കണം. ഇതിൻ്റെ ഈ സൈഡും ഇതിൻ്റെ ഈ സൈഡും കൂടെ വെച്ചിട്ട് തുന്നുമ്പോഴാണ് അതിനെന്ത് ചെയ്യാം, ഒന്നുകൂടെ അടുപ്പം വരിക കേട്ടോ. 2 സൈഡുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ അടുത്ത ലെയറിൽ വരുമ്പോഴത്തേക്ക് അത് ടൈറ്റായി ഫീൽ ചെയ്യും. നാരുകളിങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ ക്ലോത്തിലുള്ളത് ഇങ്ങനെ ഇതിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ഫിനിഷിങ് വരും. പിന്നെ അഥവാ ഇങ്ങനെയൊക്കെ നീണ്ടു നിൽക്കുന്ന നാരുകൾ അപ്പം കട്ട് ചെയ്ത് പോയാൽ മതി. ഞാൻ തുന്നുന്ന ഭാഗമാണിത്. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഭാഗത്ത് തുന്നണം. അതായത് ഈ ഭാഗത്ത് പിന്നെയും നമുക്ക് കുറച്ച് നീറ്റ് ഫീൽ ചെയ്യും. തുന്നുന്ന ഭാഗത്ത് എപ്പോഴും നൂലുകൾ ഒരേ ഭാഗത്ത് വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടേബിൾ മാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റൗണ്ടാക്കി ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തുന്നിയിട്ട് എന്ത് ചെയ്യാം, ഇത് എൻഡ് ചെയ്യാം, കട്ട് ചെയ്ത് എൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിനി അടുത്തത് ഇതൊരു
ഒരു കൊട്ട മോഡലോ അല്ലെങ്കിൽ ക്യാപ്പിൻ്റെ ഇതിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ തുന്നി വന്നതിനെ നേരെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടറ്റവും കൂടെ ഇങ്ങനെ തുന്നുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഭാഗം വേറൊരു ലെയറിലേക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ ഷേപ്പ് വ്യത്യാസം വന്നിട്ട് പോകും. ഞാനൊരു ചെറിയ പൂക്കൊട്ടയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇനി ഇത് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഇത് ഞാനിങ്ങനെ തിരിച്ചിടും. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് നീറ്റുള്ള ഭാഗം പുറത്തേക്ക് വരും. ഞാനിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാനിതിൻ്റെ ഏകദേശം ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിവിടെ നമ്മൾ മുടഞ്ഞതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഒരു പിടി വയ്ക്കാനായിട്ട് ഞാനിതിനെ മുകളിലേക്ക് പിടിച്ച് തുന്നാണ്. ലാസ്റ്റ് ഞാൻ എൻ്റെ പിടിയും കൂടെ ഇതിൽ തന്നെ കട്ട് ചെയ്യാതെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുത്തതാണ്. ഇപ്പം ഞാനൊരു ചെറിയൊരു പൂക്കൊട്ടാണ് എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനിപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പൂക്കൊട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റും നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ മുടഞ്ഞെടുക്കാനാണ് നമ്മളൊരു 3 മണിക്കൂറിനെ 1 മണിക്കൂറിൽ നമുക്ക് മുടയാനുള്ള സമയം കിട്ടും. ബാക്കി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് അത്യാവശ്യം 2-3 പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തുന്നലൊന്നും ഒരു ടഫുള്ള കാര്യമല്ല, എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലിപ്പുകളോ അങ്ങനെ ഫ്ലവേഴ്സോ ഒക്കെ വെറുതെ ഉണ്ടാക്കി വെക്കാം, ഇത് അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു. പിന്നെ ഏതൊരു പ്രൊഡക്റ്റും ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.